അലൻ ബോർഡർ മുതൽ പാറ്റ് കമിൻസ് വരെയുള്ള ക്യാപ്റ്റന്മാർ, നിരവധി ICC ലോകകപ്പുകൾ, മറ്റു ട്രോഫികൾ ഇതൊക്കെ നേടിയിരുന്ന ഒരു നമ്പർ 1 ടീമായിരുന്നു ഓസ്ട്രേലിയ. ICC ടൂർണമെന്റുകളിലെ സമഗ്രമായ ആധിപത്യം പുലർത്തിയിരുന്ന ആ ഓസ്ട്രേലിയൻ ടീമിന് ഇത്തവണ പിഴച്ചു. 2020 ലോകകപ്പിലെ അയർലൻഡ് സിംബാബ്വെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ കണക്കിലെ കളികൾ നോക്കിയിരുന്ന ഓസ്ട്രേലിയ ഇപ്പോൾ ടൂർണമെന്റ് തന്നെ പുറത്തായിരിക്കുകയാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റുള്ള സിംബാബ്വെ 3 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് മാത്രമുള്ള ഓസീസിനെ മറികടന്ന് അങ്ങനെ സൂപ്പർ 8-ൽ എത്തി നിൽക്കുകയാണ്. സിംബാബ്വെയോടും ശ്രീലങ്കയോടും ഏറ്റ തോൽവിയാണ് 2020 ലോകകപ്പിലെ ടൂർണമെന്റിൽ നിന്ന് ഓസ്ട്രേലിയ പുറത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒരു ICC ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ ഓസ്ട്രേലിയ പുറത്താകുന്നത് 17 വർഷങ്ങൾക്ക് ശേഷമാണ്. 2009 2020 ലോകകപ്പിലാണ് ഓസീസ് അവസാനമായി നോക്കൌട്ട് റൗണ്ട് കാണാതെ പുറത്തായത്. 2021 2020 ലോകകപ്പ് നേടിയ ശേഷം അതിനുശേഷം നടന്നിരുന്ന 3 ലോകകപ്പിലും സെമി പോലും കാണാതെ ടീം പുറത്തായിരുന്നു. ഓസ്ട്രേലിയൻ ടീമിനെ ഈ ടൂർണമെന്റിൽ പരാജയപ്പെടുത്തിയത് എതിരാളികൾ മാത്രമായിരുന്നില്ല, ടീമിന്റെ പരിക്കും കൂടിയായിരുന്നു. പ്രധാനപ്പെട്ട പേസർമാരായ പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസൽവുഡ് എന്നിവർ ടൂർണമെന്റ് തുടങ്ങും മുൻപ് തന്നെ പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്തായി. പരിശീലനത്തിനിടെ പരിക്കേറ്റ ക്യാപ്റ്റൻ മിച്ചൽ മാർഷിന് ആദ്യ 2 മത്സരങ്ങളും നഷ്ടമായിരുന്നു. ഈ 2 മത്സരങ്ങളിൽ ടീമിനെ നയിച്ചത് ട്രാവിസ് ഹെഡായിരുന്നു. ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ 67 റൺസിന് തോൽപ്പിച്ച് ഓസീസ് തുടക്കം ഗംഭീരമാക്കിയെങ്കിലും സിംബാബ്വെ വീണ്ടും ഓസ്ട്രേലിയക്ക് വഴിമുടക്കിയായി രംഗത്തെത്തുകയായിരുന്നു. 2014-ലും 2022-ലും നടന്ന അതേ അട്ടിമറി ഈ വർഷവും സംഭവിച്ചു. 23 റൺസിന് ഓസ്ട്രേലിയയെ സിംബാബ്വെ പരാജയപ്പെടുത്തി. ഇതോടെ സമ്മർദ്ദത്തിലായ ഓസ്ട്രേലിയൻ ടീം സൂപ്പർ 8-ൽ കടക്കണമെങ്കിൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരം ജയിക്കണമെന്ന സ്ഥിതിയിലെത്തി. അതിനായി സൂപ്പർ താരം സ്റ്റീവ് സ്മിത്തിനെ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, അദ്ദേഹത്തെ ടീമിന്റെ 11-ൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മത്സരത്തിൽ ശ്രീലങ്ക 8 വിക്കറ്റിന് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. അപ്പോഴേക്കും ആദ്യ മത്സരത്തിൽ ഒമാനെയും 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയും തോൽപ്പിച്ച സിംബാബ്വെ സൂപ്പർ 8-ന്റെ പടിക്കലെത്തി നിൽക്കുകയായിരുന്നു. ഒടുവിൽ സിംബാബ്വെ അയർലൻഡ് മത്സരത്തിലെ ഫലം നോക്കിയായിരുന്നു ഓസ്ട്രേലിയയുടെ സൂപ്പർ 8 പ്രവേശനം. പക്ഷേ ആ മത്സരം മഴമൂലം ഉപേക്ഷിച്ചതോടെ ഓസ്ട്രേലിയയുടെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടുകയായിരുന്നു. ഇനി ഒമാനെതിരെ ഒരു മത്സരം കൂടി ഓസ്ട്രേലിയക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിലും ആ മത്സരത്തിന്റെ ഫലം യാതൊരുവിധ ആനുകൂല്യങ്ങളും സൂപ്പർ 8 പ്രവേശനവുമായി ടീമിന് ലഭിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഓസ്ട്രേലിയൻ ടീമിന്റെ മോശം പ്രകടനത്തിൽ വലിയ വിമർശനമാണ് മുൻ താരങ്ങൾ ഉയർത്തുന്നത്. പ്രത്യേകിച്ചും സെലക്ഷൻ കമ്മിറ്റി താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രധാന ആരോപണം. പരിക്കേറ്റ താരങ്ങൾക്ക് പകരം മറ്റു താരങ്ങളെ കണ്ടെത്താൻ വൈകിയതും വേണ്ട രീതിയിൽ മുന്നൊരുക്കം നടത്താതെയാണ് ടീമിനെ അയച്ചത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ക്രിക്കറ്റ് ലോകത്തെ മികച്ച ടീമായ ഓസ്ട്രേലിയയെ പുറത്താക്കലിന് പിന്നാലെ അവർ വലിയൊരു മാറ്റം ടീമിൽ നടത്തുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ചരിത്രം എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ തകർന്നു പോകുന്ന ഒരു ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് വളരെ വേഗം കത്തി ഉയരുന്ന മറ്റൊരു പവർഫുൾ ടീമായി ഓസ്ട്രേലിയ മാറുന്നത് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. അത്തരത്തിലൊരു മാറ്റം ടീമിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആരാധകർ പ്രതീക്ഷിക്കുന്നത്.